2025 കരിക്കകത്തമ്മ പുരസ്കാരം ചെങ്കൽ രാജശേഖരൻ നായർക്ക് ഏപ്രിൽ 3 പുരസ്കാരം സമർപ്പിക്കും. കരിക്കകം ശ്രീ ചാമുണ്ടേശ്വരി ദേവീക്ഷേത്രം ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകും. ഉത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ 3 മുതൽ 7 വരെ എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ 2 മണി വരെ 20,000-ൽ പരം പേർക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പുന്നതിനുള്ള ക്രമീകരണങ്ങൾ ട്രസ്റ്റ് ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പടുകൂറ്റൻ നന്ദാന മണ്ഡപം ക്ഷേത്രഭാഗ പുരയിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിൽ വളരെ ചിട്ടയോടുകൂടി കല്യാണ സദ്യയെ പോലും വെല്ലുന്ന ഉഗ്രൻ സദ്യയാണ്. പഴം, പപ്പടം, ഉപ്പേരി, പായസങ്ങൾ, മോര്, പുളിശ്ശേരി, രസം എന്നിവ ഉൾപ്പെടെ 18 ഇനം കറികളോടുള്ള അന്നദാന സദ്യയാണ് നൽകുന്നത്. ഇതിനായി ട്രസ്റ്റ് 50 ലക്ഷത്തിൽ പരം രൂപ ചിലവ് ചെയ്യുന്നുണ്ട്. ഉത്സവ ദിവസങ്ങളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണിത്. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ വിവിധ തരം ക്ഷേത്രകലകൾ ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ക്ഷേത്രം വക മിനി സ്റ്റേജിൽ നടക്കുന്നതാണ്. ഉത്സവത്തിൻ്റെ എല്ലാ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഗോകുമാർ. എൻ്റെ പേര് ഗോപകുമാർ, ശ്രീ ചാമുണ്ഡി ക്ഷേത്ര ട്രസ്റ്റ് ട്രഷററാണ്. 3-ാം തീയതി വൈകുന്നേരം ഗുരുപൂജയോടുകൂടിയാണ് ഈ വർഷത്തെ ഉത്സവം സമാരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങളുടെ അന്നദാനമാണ്. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെല്ലാം നമ്മൾ ഇടം പിടിച്ചില്ല. കാരണം അതിലെല്ലാം ആയപ്പോൾ കൊറോണ വന്ന് അത് 2-3 വർഷം തടസ്സപ്പെട്ടു. ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് നമുക്ക് ലോക റെക്കോർഡ് കിട്ടിയാണ്. കാരണം ഏകദേശം 20,000 പേർ വരെ ദിവസവും അത് നമ്മൾ ഇലയിട്ട് പൂർണ്ണ സദ്യയോടുകൂടി വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങൾ സദ്യ കൊടുക്കുന്നു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഈ വർഷം ഞങ്ങൾ ഏകദേശം 1.5 കോടി രൂപ ചെലവഴിച്ച് ഒരു അന്നദാന മണ്ഡപം ഇതിനായി പണി കഴിപ്പിച്ചു. 2025 കരിക്കകത്തമ്മ പുരസ്കാരം ജനൻ TV മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ചെങ്കൽ രാജശേഖരൻ നായർക്ക് ക്ഷേത്ര ഭാരവാഹികൾ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിലാണ് പുരസ്കാര വിവരം പ്രഖ്യാപിച്ചത്.